എല്ലാവർക്കും CSD ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഈ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത് ഇന്ത്യയെക്കുറിച്ചുള്ള ചില അടിസ്ഥാന വിവരങ്ങളാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഇന്ത്യയുടെ ഭൂപടം വരച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇതിൽ ഇന്ത്യയുടെ അതിർത്തികൾ എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് അറബിക്കടൽ, അതുപോലെ കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടൽ, തെക്ക് ഭാഗത്താണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം, വടക്ക് ഭാഗത്ത് ഹിമാലയ പർവ്വതം. ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന 5 സംസ്ഥാനങ്ങൾ നമുക്ക് ഈ പടത്തിൽ കാണാം. ഇന്ത്യയിലെ ആകെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. അതിൽ ഈ 5 സംസ്ഥാനങ്ങൾ പശ്ചിമ തീര അതിർത്തിയുമായിട്ട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങൾ. അത് കേരളം, തലസ്ഥാനം പറയുക തിരുവനന്തപുരം, കർണാടകം ബംഗളൂരു, ഗോവ പനാജി, ഇതിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ. അതുപോലെ മഹാരാഷ്ട്ര മുംബൈ, ഗുജറാത്ത് ഗാന്ധിനഗർ. ഈ 5 സംസ്ഥാനങ്ങളാണ് പശ്ചിമ തീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പൂർവ്വ തീരത്തേക്ക് വരുമ്പോൾ 4 സംസ്ഥാനങ്ങൾ. പൂർവ്വ തീരത്തുള്ള ബംഗാൾ ഉൾക്കടൽ, ബംഗാൾ ഉൾക്കടലുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന 4 സംസ്ഥാനങ്ങൾ: തമിഴ്നാട്, ചെന്നൈ, ആന്ധ്രാപ്രദേശ്, അമരാവതി, ഒഡീഷ, ഭുവനേശ്വർ, വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത. ഈ 9 സംസ്ഥാനങ്ങൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. അതുപോലെ മറ്റൊരു വടക്ക് കിഴക്കായിട്ട്, ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു 7 സംസ്ഥാനങ്ങൾ, 7 സിസ്റ്റേഴ്സ് എന്നാണ് ഈ സംസ്ഥാനങ്ങൾ അറിയപ്പെടുന്നത്. ആ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. 7 സിസ്റ്റേഴ്സിലെ എമ്മിൽ തുടങ്ങുന്ന 3 സംസ്ഥാനങ്ങൾ: മിസോറാം, മിസോറാമിന്റെ തലസ്ഥാനം ഐസ്വാൾ, മേഘാലയ ഷില്ലോങ്, മണിപ്പൂർ ഇംഫാൽ, ആസാം ദിസ്പൂർ, അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ, നാഗാലാൻഡ് കോഹിമ, ത്രിപുര അഗർത്തല. എമ്മിൽ തുടങ്ങുന്ന 3 സംസ്ഥാനങ്ങൾ: മിസോറാം, മേഘാലയ, മണിപ്പൂർ. എയിൽ തുടങ്ങുന്ന 2 സംസ്ഥാനങ്ങൾ: ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്. ആസാമും അരുണാചൽ പ്രദേശ്. എന്നിൽ തുടങ്ങുന്ന ഒരു സംസ്ഥാനം നാഗാലാൻഡ്. ടിയിൽ തുടങ്ങുന്ന ഒരു സംസ്ഥാനം ത്രിപുര. അങ്ങനെ 7 സിസ്റ്റേഴ്സ് കണ്ടു. ഈ 7 സിസ്റ്റേഴ്സിലെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ളതാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ സൂര്യോദയം ആദ്യം കാണുന്ന സംസ്ഥാനക്കാരാണ് അരുണാചൽ പ്രദേശ്. സൂര്യോദയം ആദ്യം കാണും. അതുപോലെ കിഴക്കേ അറ്റത്തുള്ള സ്ഥലമാണ് കിബുത്തു. ഈ അരുണാചൽ പ്രദേശിന്റെ കിഴക്കേ അറ്റത്തുള്ള, എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സ്ഥലം ചോദിച്ചാൽ കിബുത്തു ആണ് പറയുന്നത്. അതേപോലെ വടക്കേ അറ്റത്തും സ്ഥലമുണ്ട്, അത് ഇന്ദിരാക്കോൾ. തെക്കേ അറ്റത്ത് സ്ഥലമുണ്ട്. ഈ ആൻഡമാന്റെ തെക്കേ അറ്റത്തുള്ള ഇന്ദിരാ പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് വരുന്നത്. അതേപോലെ പടിഞ്ഞാറേ അറ്റത്ത് ഗുജറാത്തിലെ ഗുഹർമതി എന്ന് പറയുന്ന സ്ഥലമാണ്, ഗുഹർമോദി എന്ന് പറയുന്ന സ്ഥലമാണ് പടിഞ്ഞാറേറ്റത്തുള്ള സ്ഥലം. ഇനി നമുക്ക് ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം, ഈ തെക്ക് വടക്ക് ദൂരം നോക്കിയാൽ അത് 3214 കിലോമീറ്റർ. 3214 കിലോമീറ്റർ ആണ് തെക്ക് വടക്ക് ദൂരം. അതുപോലെ കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത്
2933 കിലോമീറ്ററാണ്. ഇപ്പൊ നമ്മളിവിടെ ഇപ്പോ 5 സംസ്ഥാനം ഇവിടെ പറഞ്ഞു. പശ്ചിമ തീരത്തുള്ള 5 സംസ്ഥാനങ്ങൾ പറഞ്ഞു, പൂർവ്വ തീരത്തുള്ള 4 സംസ്ഥാനങ്ങൾ പറഞ്ഞു, പിന്നെ 7 സിസ്റ്റേഴ്സ് 7 സംസ്ഥാനങ്ങൾ പറഞ്ഞു. 9, 7, 16 സംസ്ഥാനങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാത്ത സംസ്ഥാനങ്ങൾ. രാജസ്ഥാൻ. രാജസ്ഥാന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ജയ്പൂർ. ഇത് രാജസ്ഥാന്റെ പ്രത്യേകത. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. അതേപോലെ രാജസ്ഥാൻ കഴിഞ്ഞാൽ ഇവിടെ 2 സംസ്ഥാനങ്ങളുണ്ട്. അത് ഹരിയാനയും പഞ്ചാബുമാണ്. ഈ ഹരിയാനയും പഞ്ചാബിനുള്ള പ്രത്യേകത എന്താണ്? 2 സംസ്ഥാനങ്ങൾക്കും ഒരു ക്യാപിറ്റലാണ്, ഒരു തലസ്ഥാനം. അതിന്റെ പേരാണ് ചണ്ഡീഗഡ്. ഹരിയാനയുടെയും പഞ്ചാബിനും ഒരേ തലസ്ഥാനം, ചണ്ഡീഗഡ്. അത് കഴിഞ്ഞാൽ മധ്യപ്രദേശ്. ഇന്ത്യയുടെ മധ്യഭാഗത്തായിട്ടുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഭോപ്പാൽ. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തായിട്ടല്ലേ ഹിമാലയ പർവ്വതം ഇങ്ങനെ കിടക്കുന്നത്. അപ്പൊ ഈ ഹിമാലയ പർവ്വതവുമായിട്ട് അടുത്ത് കിടക്കുന്ന ഇവിടെയുള്ള ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് സിംല. അതുപോലെ ഇങ്ങോട്ട് മാറി ഉത്തർപ്രദേശിന്റെ ഇപ്പുറമായിട്ട് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം. ഉത്തരാഖണ്ഡ്, അതിന്റെ തലസ്ഥാനം ഡെറാഡൂൺ ആണ് ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനം. പിന്നെ ഇവിടെ നമ്മുടെ ഒരു അയൽ രാജ്യമായിട്ടുള്ള നേപ്പാൾ സ്ഥിതി ചെയ്യുന്നു. ഇങ്ങോട്ട് മാറിയിട്ട് സിക്കിം എന്ന് പറയുന്നതാണ് ഈ സംസ്ഥാനം. സിക്കിമാണ് ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം. സിക്കിമിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഗാംഗ്ടോക്ക്. ഇപ്പൊ ഇവിടെ ഉത്തരാഖണ്ഡ് നമ്മൾ പറഞ്ഞു. അതിന്റെ ഇപ്പുറമായിട്ട്, അതിന്റെ തെക്കുവശമായിട്ട് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം. ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പൊ ഉത്തർപ്രദേശും കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് സംസ്ഥാനങ്ങൾ കൂടി കിടക്കും. ഈ ആന്ധ്രാപ്രദേശിൽ നിന്നും പുതുതായിട്ടുണ്ടായ ഒരു സംസ്ഥാനമാണ് തെലുങ്കാനയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് ഹൈദരാബാദ്. അത് കഴിഞ്ഞാൽ ഇവിടെ ഛത്തീസ്ഗഡ് ഉണ്ട്. ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് റായ്പൂർ. അത് കഴിഞ്ഞാൽ ഇവിടെ ഝാർഖണ്ഡ് ഉണ്ട്. ഝാർഖണ്ഡിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് റാഞ്ചിയാണ്. പിന്നെ ഇപ്പുറമായിട്ട് ബീഹാറുണ്ട്. ബീഹാറിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പാറ്റ്ന. അപ്പൊ നമ്മൾ 28 സംസ്ഥാനങ്ങളും പറഞ്ഞു കഴിഞ്ഞു. 28 സംസ്ഥാനങ്ങളും പറഞ്ഞു. പിന്നെ നമ്മുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന്, ഇന്ത്യയുടെ ഈ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിടക്കുന്ന അയൽ രാജ്യമാണ് പാകിസ്ഥാനാണ് ഇവിടെയായിട്ട് കിടക്കുന്നത്. പാകിസ്ഥാന് ഇപ്പുറമായിട്ട് അഫ്ഗാനിസ്ഥാനാണ്. അപ്പൊ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അയൽ രാജ്യമായിട്ട് നമുക്ക് പറയാം, പടിഞ്ഞാറ് ഭാഗത്ത്. അതുപോലെ വടക്ക് ഭാഗത്തുള്ള ഒരു രാജ്യമാണ് ഈ ഇത്രയും ഭാഗത്തായിട്ട് നേപ്പാൾ. ഇങ്ങോട്ട് മാറി ഇവിടെയൊക്കെ ആയിട്ട് ചൈന. വടക്ക് ഭാഗത്തായിട്ട് നേപ്പാളുണ്ട്, ചൈനയുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഭൂട്ടാനുണ്ട്. അപ്പോൾ ചൈന, നേപ്പാൾ, ഭൂട്ടാൻ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ടുള്ള അയൽ രാജ്യങ്ങൾ. പിന്നെ ഈ ഭാഗത്തായിട്ടുള്ള അയൽ രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് കിഴക്ക് ഭാഗത്താണ് ബംഗ്ലാദേശ്. അതിനിപ്പുറമായിട്ട് മ്യാൻമർ എന്ന് പറയുന്ന രാജ്യം, ഇത് ഇന്ത്യയുടെ അയൽ രാജ്യം. ഇത് കൂടാതെ തെക്ക് ഭാഗത്തായിട്ട് ശ്രീലങ്കയും ഇന്ത്യയുടെ അയൽ രാജ്യം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ പറയുമ്പോൾ ശ്രീലങ്ക പറയാം, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പറയാം. ഇവിടെ നേപ്പാൾ, ചൈന, ഭൂട്ടാൻ, ഇവിടെ ബംഗ്ലാദേശ്,
മ്യാൻമാർ. ഇത്രയുമാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ട് വരുന്നത്. ഇനി 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുക. അപ്പൊ അങ്ങനെ മാറ്റിയപ്പോൾ ലഡാക്ക് എന്ന് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന രണ്ടായിട്ട് തിരിച്ച് അത് കേന്ദ്രഭരണ പ്രദേശം. ജമ്മു ആൻഡ് കാശ്മീരിനെ ലഡാക്ക് എന്നും ജമ്മു കാശ്മീരിനെ രണ്ടായിട്ട് തിരിച്ചിട്ട് കേന്ദ്രഭരണ പ്രദേശം. ലഡാക്കിന്റെ തലസ്ഥാനമാണ് ലേ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ്. ഇപ്പൊ ലഡാക്ക് അതിന്റെ തലസ്ഥാനം ലേ ആണ്. ജമ്മു കാശ്മീർ അതിന്റെ തലസ്ഥാനം ശ്രീനഗറും വരുന്നുണ്ട്, ജമ്മുവും വരും. ഇത് കൂടാതെ ഡൽഹി നമുക്കറിയാം നിയമസഭ ഉണ്ടെങ്കിലും അതിപ്പോഴും കേന്ദ്രഭരണ പ്രദേശമാണ്. ഡൽഹിയുടെ ക്യാപിറ്റൽ ഡൽഹി തന്നെയാണ്. പിന്നെ ഇത് കൂടാതെ ചണ്ഡീഗഡ് ഉണ്ട്. ചണ്ഡീഗഡും കേന്ദ്രഭരണ പ്രദേശമാണ്. ഗോവ സംസ്ഥാനമാക്കി മാറ്റി കഴിഞ്ഞ് ഡാമൻ ദിയു ഉണ്ട്, ദ്വീപുകളുണ്ട്. അതും കേന്ദ്രഭരണ പ്രദേശമാണ്. ആ ഡാമൻ ദിയു ദ്വീപുകളുടെ തലസ്ഥാനം എന്ന് പറയുന്ന ഡാമനാണ്. പിന്നെ ഇത് കൂടാതെ ദാദ്ര നാഗർ ഹാവേലി അത് കേന്ദ്രഭരണ പ്രദേശമാണ്. അതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് സിൽവാസ. പിന്നെ പുതുച്ചേരി ഉണ്ട്. പുതുച്ചേരിയുടെ തലസ്ഥാനം എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയാണ്. ഇത് കൂടാതെ 2 ദ്വീപസമൂഹങ്ങളുണ്ട്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ദ്വീപസമൂഹമാണ് ലക്ഷദ്വീപ്. എന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഖബർ. അതുപോലെ ബംഗാൾ കടലിലായിട്ടുള്ള ദ്വീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പോർട്ട് ബ്ലെയർ. ഇതാണ് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത്. ഇനി വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് വരുന്നതാണ്. താങ്ക് യു.